ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. പറയേണ്ട ഒരു സബ്ജക്റ്റ് ഉള്ളത് കൊണ്ടാണ് കാറിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനൊരു റെക്കോർഡിങ് ചെയ്യുന്നത്. നിങ്ങൾ ടൈറ്റിൽ കണ്ടല്ലോ, കാനമച്ചനെ ഞാൻ മിസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഓർക്കും ഫിനി പാസ്റ്റർ കാനമച്ചനുമായിട്ട് ഭയങ്കര ഒരു ബന്ധമായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. കാനമച്ചനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. എന്നാൽ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. അതായത് ഇന്ന് രാവിലെ ആസാദിയുടെ ഒരു പ്രേക്ഷകൻ എനിക്ക് ഒരു വീഡിയോ ഇട്ട് തന്നു. ആ വീഡിയോ കേരളത്തിൽ ഇന്ന് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ വളരെ പോപ്പുലാരിറ്റി ഉള്ള, വളരെ അറിയപ്പെടുന്ന ഒരു ബൈബിൾ ടീച്ചർ, ഉപദേഷ്ടാവ്, അദ്ദേഹം പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന 7 or 8 ദുരുപദേശങ്ങളെ കുറിച്ചാണ്. ഈ വ്യക്തിയെക്കുറിച്ച്, ഈ ദേവദാസനെ കുറിച്ച് അദ്ദേഹം ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്നു എന്ന് പലരും നേരത്തെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം പഠിപ്പിക്കുന്ന ദുരുപദേശങ്ങൾ എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്ത് എനിക്ക് ആ ഒരു മെസ്സേജ് കിട്ടിയപ്പോൾ ഞാൻ ആ മെസ്സേജ് ഇട്ട ആളിനോട് പ്രതികരിച്ചു. അദ്ദേഹം എനിക്ക് വിശദമായ വിവരങ്ങൾ നൽകി. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വന്നു. ഈ ദിവസങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, പെന്തിക്കോസ്റ്റൽ വിശ്വാസത്തിന് യോജിക്കാത്ത, അനുകൂലമല്ലാത്ത, പെന്തിക്കോസ്റ്റൽ വിശ്വാസത്തെ ഖണ്ഡിച്ചുകൊണ്ടുള്ള അനേക ദുരുപദേശങ്ങൾ പെന്തക്കോസ്തിന്റെ അകത്ത് തന്നെ എഴുന്നേറ്റിരിക്കുന്നു. എന്നാൽ അത്തരം ദുരുപദേശങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യധാര പെന്തിക്കോസ്റ്റൽ സമൂഹത്തിലെ നേതൃത്വത്തിലുള്ളവരോ അല്ല എങ്കിൽ ബൈബിൾ ടീച്ചേഴ്സോ ഒന്നും പ്രതികരിക്കുന്നതായിട്ട് എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ബൈബിൾ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇന്ന് പെന്തക്കോസ്തിന്റെ അകത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബൈബിൾ ടീച്ചേഴ്സ് തന്നെയാണ് ഇത്തരത്തിലുള്ള ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്നത് എന്നാണ് വലിയ പ്രശ്നം. ഇപ്പോൾ അറിയപ്പെടുന്ന ആളുകൾ, ബൈബിൾ ടീച്ചേഴ്സ് തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആരാണ് ഇവരെയൊക്കെ എതിർക്കാൻ പോകുന്നത്? പൂച്ചയ്ക്ക് ആര് മണി കിട്ടുമെന്നൊരു ചോദ്യമില്ലേ? ഇതാണ് പ്രശ്നം. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. അദ്ദേഹത്തിന്റെ പേര് ഫാസ്റ്റർ ഫിന്നി യോഹന്നാൻ മുംബൈ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആസാദി എന്ന് പറയുന്ന ചാനലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ. അദ്ദേഹം സംസാരിച്ചു. കാരണം ബന്ദിക്കോസുകാരുടെ ഇടയിൽ മുഴുവൻ ദുരുപദേശങ്ങളുടെ ഒരു കൂട്ടമാണ്. അദ്ദേഹം ഒരു എക്സാമ്പിൾ അവിടെ നൽകുന്നത് നമ്മുടെ കാന അച്ഛന്റെ പേരാണ്. കാന അച്ഛന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് കാന അച്ഛന് ഈ പറയുന്ന ദുരുപദേശങ്ങളെല്ലാം ഖണ്ഡിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന്. അപ്പോ ഞാൻ ആ വീഡിയോ മുഴുവനായിട്ട് ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് അതിനുള്ള കഴിവില്ല. കാരണം പൂർണ്ണമായിട്ടും അതിനെ മാറ്റുവാനുള്ള കഴിവില്ല. പിന്നെ എന്തിനാണ് അദ്ദേഹം ഇതിനു വേണ്ടി മെനക്കെട്ട് ഇറങ്ങിയത് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം മറ്റുള്ളവരോട് പറയുകയാണ്, നിങ്ങൾ ഇതൊന്ന് കണ്ടിച്ചു തരാമോ? നിങ്ങൾ ബൈബിൾ കോളേജിൽ പഠിക്കുന്നവരല്ലേ? അപ്പൊ ബൈബിൾ കോളേജിൽ പഠിക്കുന്നതെല്ലാം ലോകജ്ഞാനമാണ്, ദൈവത്തിന്റെ ആത്മാവിലുള്ള ജ്ഞാനമല്ല അവർക്കുണ്ടാവുന്നത്. അവരോട് പറയുകയാണ് ഇതിനെ ഒന്ന് കണ്ണിച്ചു കൊടുക്കണമെന്ന്. അപ്പം ഇദ്ദേഹത്തിന് പറ്റാത്തത് കൊണ്ടാണ് ഇദ്ദേഹം മറ്റുള്ളവരോട് കൂട്ടുപിടിക്കുന്നു. അപ്പൊ ഇദ്ദേഹം പറയുന്നു ബെന്തിക്കോസ്. അപ്പൊ ഇദ്ദേഹത്തോട് ഞാൻ കമന്റ് ചെയ്ത് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറയുന്നു ഇദ്ദേഹം പറയുന്നു ബെന്തിക്കോസ് എന്ന് പറയുന്ന ഒരു ഉപദേശമാണ്, സംഘടനയല്ല എന്ന് അദ്ദേഹം അവിടെ വാദിക്കുന്നുണ്ട്. അപ്പം സംഘടനയല്ലെങ്കിൽ പിന്നെ അതെന്താണ്? ഉപദേശമാണ്. അതെന്ത് ഉപദേശമാണ്? കാരണം ഞാൻ ഓരോ ബന്ദിക്കോസിന്റെ ഓരോ സഭകളെയും നമ്മൾ പെറുക്കി എടുക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം IPC, ചർച്ച് ഓഫ് ഗോഡ്, ബ്രദറന്, അതുപോലെ തന്നെ TPM, CPM, ഇങ്ങനെ എല്ലാ സഭകളെയും നമ്മൾ പെറുക്കി എടുക്കുകയാണെങ്കിൽ ഇതിനെല്ലാം ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ അനുസരിച്ചാണ് നീങ്ങുന്നത്. അതിന് കൂടാതെ തന്നെ ഇൻഡിപെൻഡന്റ് സഭകളുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഷമീർ കൊല്ലം പാസ്റ്ററുടെ പ്രസംഗം കേൾക്കാനിടയായി. അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നിന്ന് ആരും ഉണ്ടാക്കിയതല്ല, ഇതാണ് വിശുദ്ധിയും വേർപാടും, ആഭരണം ഊരണം. അത് വളരെ ഇതുകൊണ്ടായിപ്പോയി. കാരണം ഇൻഡിപെൻഡന്റ് പെന്തിക്കോസുകളും ആഭരണം ഉപയോഗിക്കുമ്പോൾ ഇവർ ആഭരണം ഉപയോഗിക്കുന്നില്ല. അവർ ചിന്തിക്കുന്ന ഇതാണ് വിശുദ്ധി, യഥാർത്ഥ വിശുദ്ധി, കർത്താവിനോട് ചേർന്നിരിക്കുക എന്നുള്ളതല്ല. ആ ആഭരണം ഊരിക്കളയുന്നതാണ് യഥാർത്ഥ വിശുദ്ധി എന്ന് ജനത്തെ എന്ത് ചെയ്തേക്കാണ്? അവരുടെ പ്രോട്ടോകോളിൽ അവർ പറ്റിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ പ്രോട്ടോകോളാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ കാലാകാലങ്ങളായി, അല്ലെ, പാരമ്പര്യമായിട്ട് അവർ ഉപയോഗിച്ചു വരുന്ന കാര്യമാണ്, അല്ലെ, പാരമ്പര്യമാണ്. കാരണം വെള്ള ഡ്രസ്സ്, ആഭരണം ധരിക്കാതിരിക്കുക, അതൊരു പാരമ്പര്യമായ വിശ്വാസമാണ്, അല്ലാതെ പുതിയ വിശ്വാസമല്ലത്.
കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസമായി യാതൊരു ബന്ധവും അവർക്കില്ല. എന്താണ് എന്നിട്ട് പറയുകയാണ് പെന്തിക്കോസ് ഒരു ഉപദേശമാണ്, വളരെ തെറ്റായ ഒരു പ്രചരണം കൂടിയാണ് അദ്ദേഹം അവിടെ ഉപയോഗിക്കുന്നുള്ളതാണ് പ്രധാനമായ സത്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നു, അല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇപ്പൊ കാനോച്ചനെ കൂട്ടുപിടിച്ചെന്ന് പറഞ്ഞാലും കാനോച്ചനൊക്കെ എന്താണ്, ഒരു തൃത്വക്കാരനാണ്. കാരണം ദൈവവചനത്തിൽ പറയുന്ന ദൈവം ആരാണ്? ഏകനാണ്. അപ്പൊ ഏകനായ ദൈവത്തെ കുറിച്ച് സംസാരിക്കാൻ കഴിയാത്തവർ എങ്ങനെയാണ് ഒരു ദുരുപദേശകർ അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്? എങ്ങനെയാണ്? തൃത്വം പറയുന്നവരെല്ലാം ദുരുപദേശമാണ്. കാരണം ബാബിലോണില് ഉണ്ടായ തൃത്വം, ആ തൃത്വത്തെ പിന്നെ വന്ന ഓർഗിനും അതുപോലെ തന്നെ തെർത്തുല്യൻ എന്നീ ആളുകൾ അതിനെ ക്രോഡീകരിച്ച് ദൈവത്തിൽ 3 പേരുണ്ടെന്നും 3 വ്യക്തികളുണ്ടെന്നും 3 പേർ കൂടുന്നതാണ് ദൈവമെന്നും പഠിപ്പിച്ച ആ തൃത്വം എടുത്തിട്ടാണ് പിന്നീട് ഇവരൊക്കെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ പോലും മാറ്റുവാൻ കഴിയാത്ത ആൾക്കാരാണ് ബെന്തിക്കോസിനിടയിൽ ഉള്ളത്, അല്ലേ? ബെന്തിക്കോസുകാർക്ക് ഇതിനു മുമ്പ് തൃത്വം എന്ന് പറയുന്ന സംഗതി അവരവര് വിശ്വസിച്ചിട്ടില്ല. പക്ഷെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു. തൃത്വം വരുവാനുള്ള കാരണത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഇവർ ത്രിയേക ദൈവത്തിലേക്ക് പോകുവാനുള്ള പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, പല ആളുകളും ഇതിൽ നിന്ന് വിട്ടുപോയപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്ത് തൃത്വം ഇല്ലെന്ന് പറഞ്ഞു. പിന്നീട് അവരെന്ത് ചെയ്തു? തൃത്വത്തെ കൂട്ടിച്ചേർത്തു. ബാക്കിയൊന്നും ചേർത്തില്ല, തൃത്വത്തെ ഇതിനകത്ത് കൂട്ടിച്ചേർത്തു. നിക്കിയ പോലെയുള്ള നിക്കിയ സുന്നകദോസിൽ പറയുന്ന പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ ഒരു ഭാഗം എടുത്തിട്ട് ബാക്കിയെല്ലാം പാപമോചനത്തിനുള്ള മാമോദീസ വരെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? അത് വിട്ടുകളഞ്ഞു. അങ്ങനെ വിട്ടുകളഞ്ഞ് കടന്നു പോകുന്നവരാണ് ഈ ബെന്തിക്കോസുകാരെന്ന് പറയുന്ന ഈ വിഭാഗം എന്ന് പറയുന്നവർ. അപ്പം അങ്ങനെ ദൈവത്തെ കുറിച്ച് 3 പേരാണെന്നും 3 വ്യക്തികളാണെന്നും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി TPM കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ TPM ഓൾറെഡി തൃത്വമുണ്ട്, ത്രിയേക ദൈവമാണ് അവരുടെ. ഏകദൈവമല്ല മോശ പഠിപ്പിച്ചതോ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതോ അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന ധൈര്യത്തോടെ പറയാൻ കഴിയാതെ 3 ദൈവങ്ങളാണ് എന്ന് പഠിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവരുടെ ഇടയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം TPM നടക്കുന്ന ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് അധ്യക്ഷൻ കല്യാണം കഴിക്കാൻ പാടില്ല. അത് വളരെ തെറ്റാണെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. അപ്പൊ ഇതിനെയെല്ലാം ഈ നമ്മളിപ്പോ ഇദ്ദേഹം പറയുന്നത് പോലെയാണെങ്കിൽ ഇതെല്ലാം ബെന്തിക്കോസിലെ എല്ലാ ദുരുപദേശങ്ങളെയും കെട്ടറിയണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന ഒരു കാര്യമല്ല. ഇനി ഒരു 7th ഡേ എന്ന് പറയുന്നൊരു ബാച്ചുണ്ട്, അതിനെ ഇതിനോട് ചേർത്ത് അവർ പറയത്തില്ല. കാരണം അവർക്ക് അതിനെതിരായ അവരുടെ വിശ്വാസം വേറൊരു തരത്തിലുള്ള വിശ്വാസമായതുകൊണ്ട് അവരതിനെ അംഗീകരിക്കുന്നില്ല. പിന്നെ ഇവർ തമ്മിൽ യാതൊരു യോജിപ്പുകളുമില്ല. കാരണം അവർക്ക് അവരുടേതായ പ്രോട്ടോകോൾ ഉണ്ട്. അപ്പൊ ആ പ്രോട്ടോകോൾ അനുസരിച്ച് അവർ നീങ്ങത്തുള്ളൂ. അപ്പം ഇന്ന പ്രോട്ടോകോളിൽ നിന്നില്ലെങ്കിൽ ഇവിടുത്തെ ഭാഷ പേടിപ്പിക്കും, എന്നെ പോലും ഞങ്ങൾ ഈ പറയുന്ന പ്രോട്ടോകോളിൽ നിന്നില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, സ്വർഗത്തിൽ പോകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ എന്ത് ചെയ്യുകയാണ്? പറ്റിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോ ആ പ്രോട്ടോകോൾ അനുസരിക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാനൊക്കത്തുള്ളതാണ്. ദൈവവചനം അനുസരിക്കുന്നവരല്ല, ഇവർ പറയുന്ന പ്രോട്ടോകോൾ അനുസരിക്കുന്നവർ. അങ്ങനെ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ഇവർ പറയുന്ന പ്രോട്ടോകോൾ, അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഇല്ല. ദൈവവചനത്തെ അനുസരിക്കുന്നവരെയാണ് ദൈവം സ്വീകരിക്കത്തുള്ളൂ. ദൈവത്തിന്റെ അവന്റെ വചനങ്ങളെ അനുസരിക്കുക എന്നുള്ളതാണ് പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു സംഘടനയുടെ പ്രോട്ടോകോൾ അനുസരിക്കുന്നവരെ അല്ല ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ സത്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. അപ്പൊ അതുപോലും മനസ്സിലാക്കാൻ കഴിയാതെ ആവശ്യമില്ലാത്ത പ്രോട്ടോകോളുകൾ എന്ത് ചെയ്യുന്നു? മനുഷ്യന് അടിച്ചേൽപ്പിച്ചിട്ട് പറയുകയാണ് ഇതൊക്കെയാണ് യഥാർത്ഥ വിശ്വാസമെന്ന്. അപ്പൊ അങ്ങനെയുള്ള വിശ്വാസങ്ങളെ ഖണ്ഡിക്കുവാനായിട്ട് ഒരാളും നേരത്തെ തന്നെ തയ്യാറായിട്ടില്ല. കാരണം തയ്യാറായിട്ടുള്ളവരെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഐക്യം, കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞപ്പോഴും ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞാണ്, ഈ IPC, ഷാരോൺ, ചർച്ച് ഓഫ് ഗോഡ് ഇതെല്ലാം ഒരു ഐക്യത്തിലേക്ക് വരണമെങ്കിൽ ഇച്ചിരി പാടുള്ള കാര്യമാണ്, അല്ലെ? ബ്രദറൻ സഭയെ കുറിച്ച് പറയുമ്പോൾ അവിടെ എന്താണ്? പരിശുദ്ധാത്മാവില്ലാത്തവരാണ് ബ്രദറൻ സഭ. അവർ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നില്ല. അപ്പോ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിച്ചു എന്നുള്ള തരത്തിലാണ് അവർ വരുന്നത്. അന്യഭാഷ നിന്നുപോയി, അങ്ങനെ പല കാര്യങ്ങളും ഇവരെന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് പോകത്തില്ല. കാരണം അവർ അവരുടേതായ പ്രോട്ടോകോളിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിനിടയ്ക്ക് ഈ പാർട്ടി പറയാണ് എല്ലാത്തിനെയും എന്താ പറയുക, എല്ലാ ദുരുപദേശങ്ങളും എടുത്തു കളയണം. അതൊന്നും നടക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യങ്ങളിൽ ഒന്ന് പറയുന്നത്. ഇനി ഇൻഡിപെൻഡന്റ് ചർച്ചിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ
ഇദ്ദേഹം പറയുന്ന സഭ എന്ന് പറയുന്നത് ചിലപ്പോൾ ആഭരണം ധരിക്കാത്തതും അതുപോലെ വെള്ള ഡ്രസ് ഇടുന്ന സഭയായിരിക്കും ഇദ്ദേഹത്തിന്റെ. അപ്പം ഈ പറയുന്ന ദുരുപദേശം നിൽക്കാൻ വരുന്ന പാർഷയുടെ, അപ്പൊ ഫിന്നി എന്ന് പറഞ്ഞ ഈ പാർഷയുടെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ ഫിന്നി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഫിന്നി യോഹന്നാൻ എന്ന് പറയുന്ന ഈ പാർഷർ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അങ്ങനെയുള്ള ഒരു സഭയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഇൻഡിപെൻഡന്റുകളെ നിയന്ത്രിക്കാൻ പറ്റുമോ? ഇൻഡിപെൻഡന്റ് ഉള്ളവരും ആഭരണം ഇടുന്നവരും ലക്ഷറിയായ ലൈഫുകൾ ആനന്ദിക്കുന്നവരും സന്തോഷിക്കുന്നവരുമാണ്. ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലൂടെ കടന്നു പോകാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കർത്താവിനെ ആരാധിച്ച് കടന്നു പോയാൽ മതി എന്ന് പഠിപ്പിക്കുന്ന ഒരു ഭാവമാണ് ഇൻഡിപെൻഡന്റ്. അപ്പൊ അത് ബാക്കി ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയുണ്ട്, ദുരുപദേശമായ തൃത്വമുണ്ട്. ഇതെല്ലാം ഇൻഡിപെൻഡന്റുകാർക്കും ഉണ്ട്. അപ്പൊ എന്ത് വ്യത്യാസമാണ് ഇവരും തമ്മിലുള്ള വിശ്വാസം? ഇവരുടെ അഭിഷേകം തന്നെ അവർക്കും ഉണ്ട്. ബാക്കി മോഡേൺ ലൈഫ് ജീവിച്ചാലും എന്താണ്, അവർക്കും പരിശുദ്ധാത്മാവിന് ലഭിക്കും എന്നുള്ള ഒരു സത്യം അവർക്കുമുണ്ട്. അപ്പൊ പിന്നെ എന്തിനാ ഇത് മാറ്റുന്നത്? കാരണം അതിൽ നിന്ന് ഒരു 10 വർഷം നിന്നിട്ടായി, അതിൽ കുറെ കാലം നിന്നിട്ടാണ് ഈ ഇൻഡിപെൻഡന്റ് ചർച്ചുകളിലേക്ക് ഓടിപ്പോയത്. കാരണം ഇവിടുത്തെ എന്താ പറയുക, കഠിനമായ ഉപദേശങ്ങൾ കൊണ്ടാണ് പല ആളുകളും ഇൻഡിപെൻഡന്റിലേക്ക് ഓടിപ്പോയത്. അപ്പൊ ഇൻഡിപെൻഡന്റിൽ നിന്ന് പോയവർ അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അവരുടെ പഴയ സഭകളിലേക്കോ അല്ലെങ്കിൽ പഴയ സംഘടനകളിലേക്ക്, അല്ലെങ്കിൽ ഓർത്തഡോക്സ്, യാക്കോബ് അങ്ങനെയുള്ള സംഘടനയിലേക്കോ കത്തോലിക്കിലേക്കോ മർത്തോമയിലേക്കോ പിന്നീട് ചേക്കേറി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സത്യങ്ങളിലൊന്നും പറയുന്നത്. അപ്പം ആളുകൾക്ക് അറിയാൻ മേലായിട്ടല്ല പല കാര്യങ്ങളും, പക്ഷെ ഇത് ദുരുപദേശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഒരു പ്രയോജനങ്ങളും ഇതിനകത്തില്ല എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട്, ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ, ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.